നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ഓർമ്മപ്പെടുത്തലിൽ ഇന്ന് മെയ് 1 നാടെങ്ങും മെയ് ദിനാചരണ പരിപാടികൾ. NCTV ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സായ പാപ്പാളിക്കുളം നവീകരണം പുരോഗമിക്കുന്നു. 45 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഇറിഗേഷൻ വകുപ്പ് കുളം നന്നാക്കുന്നത്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 15 രൂപ 50 പൈസയാണ് കുറച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുത്രത്തിക്കര കൂടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകൾ ഗംഗാ ഗോപിക്ക് പൗരസ്വീകരണം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് 1640 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. വിശദമായ വാർത്തകളിലേക്ക്. തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ഓർമ്മപ്പെടുത്തലാണ് മെയ് 1. സംഘടിത ശക്തിയാൽ സമരമുഖങ്ങൾ തീർക്കാനുള്ള മുന്നൊരുക്കത്തിന്റെ അടുത്ത കാൽവെപ്പ് കൂടിയാണിത്. മെയ് ദിനം ലോക തൊഴിലാളി വർഗത്തിന്റെ അഭിമാന ദിനം. ലോക തൊഴിലാളി ദിനമായി മെയ് 1 ആചരിക്കപ്പെട്ടു തുടങ്ങിയത് 1890 മുതലാണ്. 1886 ഷിക്കാഗോയിലുണ്ടായ ഹെയ് മാർക്കറ്റ് കൂട്ടക്കൊലയുടെ ഓർമ്മ പുതുക്കലാണ് ലോക തൊഴിലാളി ദിനം. തൊഴിലാളികൾ കൊടിയ ചൂഷണത്തിന് ഇരയാക്കപ്പെട്ടിരുന്ന അക്കാലത്ത് 8 മണിക്കൂർ ജോലി സമയം എന്ന ആവശ്യവുമായി സമരം ചെയ്തവരെ പോലീസ് ക്രൂരമായി വെടിവെച്ചു. ഒരുപാട് പേർക്ക് ജീവൻ നഷ്ടമായി. ഇംഗ്ലണ്ടിലെയും ഫ്രാൻസിലെയും മറ്റും നിയമസഭാംഗങ്ങളും സാമൂഹിക പ്രവർത്തകരും തൊഴിൽ നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തി. അങ്ങനെ സംഘടനാവകാശത്തിനും ജോലി സമയം 8 മണിക്കൂറാക്കുന്നതിനും നിയമം വന്നു. രാത്രിയിൽ സ്ത്രീകൾ ജോലി ചെയ്യേണ്ടെന്നും തീരുമാനമായി. 1875 ഇന്ത്യയിൽ ഒരു ഫാക്ടറി കമ്മീഷൻ വന്നത്. വക്കീൽ വേലയും അധ്യാപനവും മാനസികമായ തൊഴിലുകളാണെങ്കിൽ ഫാക്ടറികളിലേത് കായികമാണ്. 1889 പാരീസിൽ കൂടിയ രാജ്യാന്തര സോഷ്യലിസ്റ്റ് കോൺഗ്രസ്സാണ് മെയ് 1 ലോക തൊഴിലാളി ദിനമായി ആചരിക്കണമെന്നും അന്ന് അവധിയായിരിക്കണമെന്നും നിർദ്ദേശിച്ചത്. ഇന്ന് ലോകത്തിലെ 80ലേറെ രാജ്യങ്ങളിൽ മെയ് ദിനം അവധിയാണ്. മെയ് ദിന റാലികളും മറ്റ് പരിപാടികളും ലോകമെങ്ങും നടത്തുന്നു. ചൂഷണത്തിനും മർദ്ദനത്തിനുമെതിരെ ഉണർന്നെണീക്കാനും മൗലികാവകാശങ്ങൾ പോരാടി നേടിയെടുക്കാനും മനുഷ്യരാശിയോട് ആഹ്വാനം ചെയ്യുന്നതാണ് മെയ് ദിനത്തിന്റെ മഹത്തായ സന്ദേശം. ജാതിമത വർണ്ണ ലിംഗ ഭേദമില്ലാതെ തൊഴിലെടുക്കുന്നവരെല്ലാം ഒന്നിച്ച് കൈകോർക്കാൻ അത് തൊഴിലാളി വർഗത്തെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്ന് തൊഴിലാളി വർഗം ലോകമാകെ സംഘടിത ശക്തിയായി വികസിച്ചിരിക്കുന്നു. ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്നതിൽ ഉപരി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജീവൽ പ്രശ്നങ്ങളെ മുൻനിർത്തിയും രാജ്യത്തിന്റെ പൊതുവായ വിഷയങ്ങളെ പ്രശ്നവൽക്കരിച്ചും സംഘടിക്കാൻ തൊഴിലാളി വർഗത്തിന് ഇന്ന് കഴിയുന്നുണ്ട്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് തൃശൂർ അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് മെയ് ദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. പുതുക്കാട് ദേവാലയത്തിൽ നിന്നും മെയ് ദിന റാലി നടത്തി. സാർവദേശീയ തൊഴിലാളി ദിനമായ മെയ് 1 ഭാഗമായി പുതുക്കാട് മണ്ഡലം സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ വരന്തരപ്പള്ളി സെന്ററിൽ പ്രകടനവും പൊതുസമ്മേളനവും നടത്തി. AITUC ജില്ലാ സെക്രട്ടറി TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CITU ഏരിയ സെക്രട്ടറി PR പ്രസാദൻ അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ, CU പ്രിയൻ, AV ചന്ദ്രൻ, PC ഉമേഷ്, സന്തോഷ് തണ്ടാശ്ശേരി, PM നിക്സൺ, ഷീല ജോർജ്, ബിനോയ് ഞെരിഞ്ഞാംപിള്ളി, PS സുധൻ എന്നിവർ സംസാരിച്ചു. ലോക തൊഴിലാളി ദിനത്തിൽ INTUCയുടെ നേതൃത്വത്തിൽ തലൂരിൽ തൊഴിലാളി ദിനം ആചരിച്ചു. ജനറൽ സെക്രട്ടറി സോമൻ മുത്രത്തിക്കര പതാക ഉയർത്തി. തുടർന്ന് യോഗം ഉദ്ഘാടനം ചെയ്തു. ബാലകൃഷ്ണൻ തലൂർ അധ്യക്ഷത വഹിച്ചു. ജോസ് തൃശൂർക്കാരൻ മുഖ്യപ്രഭാഷണം നടത്തി. വർഗീസ് തലൂർ, VP സുധീർ, അജയൻ എന്നിവർ സംസാരിച്ചു. മെയ് 20 നടക്കുന്ന ദേശീയ പണിമുടക്കിന്റെ പ്രചരണാർത്ഥം
തൊഴിലാളി സംഘടനകൾ നടത്തുന്ന സംസ്ഥാന വാഹന പ്രചാരണ ജാഥയ്ക്ക് കൊടകരയിൽ സ്വീകരണം നൽകുന്നതിന് വേണ്ടിയുള്ള സംഘടക സമിതി രൂപീകരിച്ചു. യോഗം CITU ജില്ലാ സെക്രട്ടറി PK ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. AITUC പുതുക്കാട് മണ്ഡലം സെക്രട്ടറി CU പ്രിയൻ അധ്യക്ഷത വഹിച്ചു. PR പ്രസാദൻ, EA ജയതിലകൻ, KP തോമസ്, AV ചന്ദ്രൻ, PC ഉമേഷ്, KM ഹൈദർ എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർമാനായി CU പ്രിയനെയും കൺവീനറായി PR പ്രസാദനെയും തെരഞ്ഞെടുത്തു. AITUC സംസ്ഥാന സെക്രട്ടറി CP മുരളി ക്യാപ്റ്റനായും CITU സംസ്ഥാന സെക്രട്ടറി M ഹംസ വൈസ് ക്യാപ്റ്റനായും നടക്കുന്ന വാഹന പ്രചാരണ ജാഥ മെയ് 12 ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് കൊടകരയിൽ എത്തിച്ചേരും. എന്തായാലും ഈ രാജ്യത്തിനകത്ത് ഭീകരവാദത്തിനെതിരായ വലിയ ചെറുത്തുനിൽപ്പ് രാജ്യത്ത് ഉയർന്നു വരേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ചെറുത്തുനിൽപ്പ് വരുന്നതിന് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്ന നിലപാടുകളിൽ നമുക്ക് അതിൽ രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എങ്കിലും ഭീകരവാദത്തെ നേരിടാൻ വേണ്ടി രാജ്യമാകെ ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സായ പാപ്പാളിക്കുളം നവീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. NCTV ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 14 കുളങ്ങളിൽ ഒന്നായ 10ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാളിക്കുളത്തിന്റെ നവീകരണ പ്രവർത്തികളാണ് പുരോഗമിക്കുന്നത്. അടിഭാഗത്ത് കരിങ്കൽ ബെൽറ്റിടുന്ന പണികൾ പൂർത്തിയായി. ഇപ്പോൾ കരിങ്കൽ ഉപയോഗിച്ച് ചുറ്റുമതിൽ ബലപ്പെടുത്തുന്ന പണികളാണ് നടക്കുന്നത്. ഏകദേശം 30 സെന്റ് വിസ്തൃതിയുള്ള പാപ്പാളിക്കുളത്തിന്റെ റോഡിനോട് ചേർന്ന ഭാഗം ഇടിഞ്ഞ് വലിയ അപകടാവസ്ഥയിലായിരുന്നു. വലിയ വളവ് തിരിഞ്ഞ് ഇതുവഴി വരുന്ന സ്ഥലപരിചിതമില്ലാത്ത വാഹനയാത്രക്കാർ ഇവിടെ പലതവണ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ബസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങളും വിദ്യാർത്ഥികളടക്കമുള്ള ഇരുചക്ര വാഹനയാത്രക്കാരും നിരന്തരം സഞ്ചരിക്കുന്ന ഈ പാതയിൽ കുളത്തിനോട് ചേർന്ന് റോഡിന്റെ വശം കെട്ടി സംരക്ഷിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇത് സംബന്ധിച്ച് NCTV പലതവണ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഇറിഗേഷൻ വകുപ്പ് 45 ലക്ഷം രൂപ ചിലവിൽ കുളം കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചത്. കുളത്തിന്റെ നവീകരണം സംബന്ധിച്ചും റോഡരികിലെ അപകടാവസ്ഥയെക്കുറിച്ചും പൊതുപ്രവർത്തകനായ KG രവീന്ദ്രനാഥിന്റെ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിന്റെ വിജയം കൂടിയാണ് ഇപ്പോൾ കുളം നവീകരിക്കുന്നതിലൂടെ സാധ്യമാകുന്നത്. ഈ പാപ്പാളി കുളത്തിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ 2022 മുതൽ നിരന്തരമായിട്ട് പഞ്ചായത്തിലും അതുപോലെ തന്നെ കളക്ടർ, മുഖ്യമന്ത്രി എല്ലാവർക്കും പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് 30 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് ഈ കുള നവീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രവൃത്തി നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കൗതുകരമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഏത് സമയത്തും ഒരു അപകടം ഉണ്ടാവുന്ന ഒരു സാഹചര്യമാണ്. ഓട്ടോറിക്ഷകൾ കുളത്തിലേക്ക് മറിഞ്ഞു വീഴുക, അതുപോലെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത് ഇവിടെ കുളം നവീകരണവുമായി ബന്ധപ്പെട്ട് പ്രവൃത്തി വരുമ്പോൾ ആ അപകടാവസ്ഥ ഒഴിഞ്ഞു കിട്ടും. തീർച്ചയായിട്ടും നമ്മുടെ നികുതി പണം കൊണ്ട് ചെയ്യുന്ന ഈ പ്രവൃത്തി എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവട്ടെ. 15 വർഷം മുൻപ് കുളം കെട്ടി സംരക്ഷിക്കുന്നതിന് 15 ലക്ഷം രൂപ നീക്കിവെച്ചിരുന്നെങ്കിലും ടെൻഡർ ഏറ്റെടുക്കാൻ ആളില്ലാത്തതിനാൽ പദ്ധതി നടപ്പിലായില്ല. പിന്നീട് നിലവിലെ ഭരണസമിതി റീടെൻഡർ നൽകിയാണ് ഇറിഗേഷൻ വകുപ്പ് ഇടപെട്ട് ഈ ജലസ്രോതസ് സംരക്ഷിക്കാൻ നടപടികൾ വേഗത്തിലാക്കിയതെന്നും സമയബന്ധിതമായി പ്രവർത്തികൾ പൂർത്തീകരിക്കുമെന്നും വാർഡംഗം റോസിലി തോമസ് പറഞ്ഞു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 10ാം വാർഡിലെ പാപ്പാളിക്കുളത്തിന്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇത് ഒരു 15 വർഷം മുമ്പ് നമുക്ക് ഇതിനൊരു 15 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റെടുക്കാനായിട്ട് ഒരു കോൺട്രാക്ടേഴ്സും നിലവിൽ വരാത്തത് കൊണ്ട് രണ്ടാമതും നമ്മൾ ഫണ്ട് നമ്മുടെ ഭരണസമിതി കയറി വന്നതിന് ശേഷം രണ്ടാമതും ഫണ്ട് റിവൈസ് ചെയ്ത് ഒരു 45 ലക്ഷം രൂപ ഇതിന് എസ്റ്റിമേറ്റ് ആക്കുകയും അതിനോടനുബന്ധിച്ച് ഈ കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഇത്ര നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിച്ചു. അതിനുള്ള നന്ദി പറയേണ്ടത് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനോടാണ്. കാരണം നമ്മുടെ മന്ത്രി അവിടെ നിന്ന് നമുക്ക് ചോദിച്ച ഫണ്ട് അനുവദിച്ച് തന്നതിന് എല്ലാവർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പാപ്പാളിക്കുളത്തിന്റെ നവീകരണം സാധ്യമാകുന്നതിലൂടെ റോഡിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കപ്പെടുമെന്നും സമീപത്തെ ട്രാൻസ്ഫോർമർ ഉൾപ്പെടെ സുരക്ഷിതമാകുമെന്നും ഇവർ പറയുന്നു. കുളത്തിന്റെ സംരക്ഷണത്തിനൊപ്പം ജലസംരക്ഷണം, ജലക്ഷാമം പരിഹരിക്കൽ എന്നിവയാണ് പദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ജനവാസ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന കുളങ്ങൾ നവീകരിക്കുന്നതോടെ അടുത്ത വർഷക്കാലത്ത് ജലം സംഭരിച്ചു നിർത്താനാകും. ഇതോടെ പ്രദേശത്തെ വീടുകളിലെ കിണറുകൾ ഉൾപ്പെടുന്ന ജലസ്രോതസ്സുകളിൽ തെളിനീര് നിറയും. സമീപത്തെ കർഷകർക്കും ജലലഭ്യത ഉറപ്പുവരുത്താനാകും.
വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സുകൾ വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി 10ാം വാർഡിൽ ഉൾപ്പെട്ട പാപ്പാളിക്കുളം നവീകരണത്തിന്റെ പാതയിലാണ്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമായ കുളത്തിന്റെ നവീകരണം സാധ്യമാകുന്നതിലൂടെ പ്രദേശത്തെ കാർഷിക ആവശ്യങ്ങൾക്കും പ്രദേശത്തെ കിണറുകളിലെ ജലസ്രോതസ്സുകളിലെ ജലവിധാനം നിലനിർത്തുന്നതിനും സഹായകമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, ശ്രീഭൂതബലി, തേവർക്ക് കലശാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് പഞ്ചവാദ്യ അകമ്പടിയിൽ എഴുന്നള്ളിപ്പ് ഉണ്ടായിരുന്നു. പഞ്ചവാദ്യത്തിന് തൃക്കൂർ രാജൻ മാരാർ പ്രാമാണികനായി. പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ഉച്ചതിരിഞ്ഞ് പെരുവനം പ്രകാശൻ മാരാർ നയിച്ച പഞ്ചാരി മേളം അരങ്ങേറി. കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ വിവിധ നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ്, ദേവസ്വം ഓഫീസർ PV സജീവ്, ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KS നന്ദകുമാർ, സെക്രട്ടറി ബിജു കിഴക്കൂടൻ, ട്രഷറർ രാജൻ കരവട്ട് എന്നിവർ സന്നിഹിതരായി. ക്ഷേത്രത്തിലെ മതിൽക്കെട്ടിന്റെ ഗേറ്റുകൾ, ട്രസ് വർക്ക്, പടിഞ്ഞാറെ നട മുതൽ നാഗക്കാവ് മുത്തപ്പൻ ക്ഷേത്രം വരെയുള്ള നടവഴിയുടെ ടൈൽ വിരിച്ചത് എന്നീ നവീകരണ പ്രവൃത്തികളാണ് നടന്നത്. ഇത്രയും മനോഹരമായ ഒരു നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ച് ഒരു ഉദ്ഘാടനം ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. കേവലം ഒരു മാസം മാത്രം പിന്നിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തുടർന്ന് വരുന്ന നാളുകളിൽ നമ്മുടെ ക്ഷേത്രങ്ങളുടെ വികസനങ്ങളും പൈതൃകങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മുടെ വിശ്വാസി സമൂഹത്തിനാകെ തന്നെ വെളിച്ചം പകരാൻ കഴിയുന്ന മാതൃകാപരമായ ക്ഷേത്രങ്ങളാക്കി കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളെ മാറ്റണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ സാംസ്കാരിക കൂട്ടായ്മയുടെ ഉത്തമ ഉദാഹരണമാണ് കുറുമാലിക്കാവ് ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ഇവിടെ നിർവഹിച്ചിരിക്കുന്നത്. ഭരണി നടത്തി ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്നും ചെറിയ ചെറിയ സംഭാവനകൾ സമാഹരിച്ച് അതിൽ നിന്ന് കിട്ടുന്ന മിച്ചം വച്ച സംഖ്യ ഭക്തജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിച്ചു എന്നുള്ളത് തികച്ചും സന്തോഷം. ഈ 18കാവ് ആ ഒരു ഭരണി നാളുകളിൽ ഏറ്റവും സവിശേഷമാണ് കുറുമാലിക്കാവ്. ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ചൊക്കെ എനിക്ക് മുമ്പ് സംസാരിച്ച എൻ്റെ 2 മേലധികാരികളും ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് എത്രയും വേഗം ഫലവത്താകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നമസ്കാരം. നമ്മൾ ഒരു 3 വർഷക്കാലം നമ്മുടെ വലിയൊരു സ്വപ്നമായിരുന്നു. നമ്മളിവിടെ ടൈലിട്ട് ഇവിടെ നടപ്പാത നല്ല രീതിയിൽ ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അത് 3 വർഷത്തെ നമ്മുടെ കടുത്തൊരു പരിശ്രമം, ഭക്തജനങ്ങളുടെ സഹായം സഹകരണം കൂടിയാണ്. നെടുമ്പാൾ കിഴുത്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന് കൊടിയേറി. കൊടിയേറ്റ് ചടങ്ങിന് ക്ഷേത്രം തന്ത്രി പയ്യപ്പള്ളി മാധവൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുവുത്സവത്തോടനുബന്ധിച്ചുള്ള കലാപരിപാടികളുടെ ഉദ്ഘാടനം പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് A. കുമാരൻ നിർവഹിച്ചു. കിഴുത്തുള്ളി ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്യാം കൃഷ്ണ പിച്ചിരിക്കൽ അധ്യക്ഷത വഹിച്ചു. പെരുവനം ആറാട്ടുപുഴ പൂരം കോർഡിനേഷൻ കമ്മിറ്റി പ്രസിഡന്റ് M. രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. മറവാഞ്ചേരി ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവം വെള്ളിയാഴ്ച നടക്കും. രാവിലെ 5-ന് നട തുറക്കൽ, 5:30-ന് അഭിഷേകം, 6-ന് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, 10-ന് നവകം പഞ്ചഗവ്യം, 12-ന് ഉച്ചപൂജ, തുടർന്ന് അന്നദാനം, വൈകിട്ട് 9-ന് വിളക്കെഴുന്നള്ളിപ്പ്, കൊടിയിറക്കൽ എന്നിങ്ങനെയാണ് ചടങ്ങുകൾ. വരന്തരപ്പള്ളി സാന്ദ്രാനന്ദം സൽഗീതം നാരായണീയ സമിതി അവതരിപ്പിക്കുന്ന 100ാമത് സമ്പൂർണ്ണ നാരായണീയ പാരായണം സമർപ്പണ ചടങ്ങ് മെയ് 4 ഞായറാഴ്ച വരന്തരപ്പള്ളി തൃക്കയിൽ നവനിതധര ഗോപാലകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ നടക്കും. രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെ നടക്കുന്ന ചടങ്ങിന് ആചാര്യ രാധ ഗിരിജ വല്ലഭൻ നേതൃത്വം നൽകും. ശതതമ സമ്പൂർണ്ണ നാരായണീയ സമർപ്പണം എന്ന ഈ ചടങ്ങിന് ഉച്ചയ്ക്ക് 4 മണിക്ക് സംപൂജ്യ സ്വാമി കൃഷ്ണാത്മാനന്ദ സ്വാമിജിയെ സ്വീകരിക്കലും അദ്ദേഹം നടത്തുന്ന പ്രഭാഷണവും
ആശംസാ പ്രസംഗങ്ങളും സമിതി അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാവിരുന്നും ഉണ്ടാകും. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 15 രൂപ 50 പൈസയാണ് കുറച്ചത്. 19 കിലോയുടെ വാണിജ്യാവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന്റെ വിലയാണ് കുറഞ്ഞത്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമുണ്ടായില്ല. ഏപ്രിലിൽ വാണിജ്യാവശ്യത്തിനുള്ള സിലിണ്ടറിന് 41 രൂപ കുറച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് വിലയിൽ വീണ്ടും കുറവുണ്ടായത്. എന്നാൽ ഏപ്രിലിൽ ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ വില കൂട്ടിയിരുന്നു. ഏപ്രിൽ 7-ന് 14.2 കിലോ ഗ്യാസ് സിലിണ്ടറിന്റെ വില 50 രൂപയാണ് കൂട്ടിയത്. പാചകവാതക വിലകൾ എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയുമാണ് പരിഷ്കരിക്കാറുള്ളത്. അന്താരാഷ്ട്ര എണ്ണവിലയിലെ മാറ്റങ്ങൾ, നികുതി മാനദണ്ഡങ്ങൾ, സപ്ലൈ ഡിമാൻഡ് ഘടകങ്ങൾ എന്നിവ കണക്കിലെടുത്താണ് എണ്ണ വിപണന കമ്പനികൾ എല്ലാ മാസവും വില പരിഷ്കരിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുത്രത്തിക്കര കൂടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകൾ ഗംഗാ ഗോപിക്ക് പൗരസ്വീകരണം നൽകി. ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ.കെ. അനൂപ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ജനപ്രതിനിധികളായ എൻ.എം. പുഷ്പാകരൻ, ഷീന പ്രദീപ്, റീന ഫ്രാൻസിസ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എ.ജി. രാധാമണി, സോമൻ മുത്രത്തിക്കര, ടി.ആർ. രജീഷ്, ഇരിങ്ങാലക്കുട സെന്റ് ജോസഫ് കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസി, ഫാദർ മിൽട്ടൺ തട്ടിൽ കുരുവിള, വി.കെ. ഹരിദാസ്, കെ. ജയകുമാർ, പി.കെ. തങ്കപ്പൻ, കുടുംബശ്രീ ADS പ്രസിഡന്റ് തങ്കമണി ജനാർദ്ദനൻ, സംഘടക സമിതി ഭാരവാഹികളായ കെ. രാമകൃഷ്ണൻ, M.A. ജോൺസൺ എന്നിവർ സംസാരിച്ചു. ഈ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസത്തെ പുതിയ ദിശാബോധത്തോടുകൂടി കേരളത്തിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ ടീച്ചർ ഏറെ ആദരവോടെ കേരള സംസ്ഥാനത്തിന്റെയും അഭിമാന ഭാജനമായി മാറിയ ഗംഗാ ഗോപിക്ക് ഈ നാട്ടുകാർ നൽകുന്ന സ്നേഹ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ എന്നെയും വിളിച്ചതിലുള്ള സന്തോഷം ഞാൻ ആദ്യമായിട്ട് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സ്വന്തമായ ഒരു മിടുമിടുക്കി കുട്ടിയെ, ഒരു ശബ്ദപ്രതിഭയെ പഠനത്തിനുള്ള ഭൗതിക സാഹചര്യം ഒരുക്കുക ആ കുടുംബത്തിന്റെ വിജയം കൂടിയാണ്. ശ്രീ ഗോപിയേട്ടനും ചേച്ചി വളരെ കഠിനമായി അധ്വാനിച്ചുകൊണ്ടാണ് ഗംഗയുടെ പഠനത്തിന് ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഭീകരവാദത്തിനെതിരെ CPI പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്നേഹജ്വാല CPI സംസ്ഥാന കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KM ചന്ദ്രൻ, BKMU മണ്ഡലം സെക്രട്ടറി PM നിക്സൺ, AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ്, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ എന്നിവർ സംസാരിച്ചു. വിലക്കയറ്റത്തിനും അനധികൃത കാറ്ററിംഗിനെതിരെയും നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലാ ഫുഡ് സേഫ്റ്റി ഓഫീസിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. ഷാജി കോടങ്കണ്ടത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി KK കബീർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ബാലൻ കല്യാണി സന്നിഹിതനായി. തുടർന്ന് ഫുഡ് സേഫ്റ്റി അസിസ്റ്റന്റ് കമ്മീഷണർക്ക് നിവേദനം സമർപ്പിച്ചു. അതിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. നമ്മൾ കാശ് കൊടുത്ത് ലൈസൻസ് ഫീ അടച്ച് നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ അനധികൃതമായി നടക്കുന്ന സ്ഥാപനങ്ങളെ തടയാൻ നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. അതിന് നിങ്ങൾക്ക് ശമ്പളം തരുന്നത് സർക്കാർ, അതിനാണ് ശമ്പളം തരുന്നത്. ആ ശമ്പളം വാങ്ങി അനധികൃതമായി കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആളുകളെ പിടിക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയാൽ ശക്തമായ സമരവുമായി ഇവിടുത്തെ കാറ്ററിംഗ് തൊഴിലാളികളും അവിടുത്തെ ആളുകളും ഈ തെരുവീതിയിലേക്ക് ഇറങ്ങുമെന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിശീലനത്തിനായി അവണിശ്ശേരിയിൽ ഒരുക്കിയ ക്രിക്കറ്റ് നെറ്റ്സുകളുടെ ഉദ്ഘാടനം അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രനും ടെന്നീസ് കോർട്ടിന്റെ ഉദ്ഘാടനം ആൽഫി ടോണിയും നിർവഹിച്ചു. ഒല്ലൂർ ക്രിക്കറ്റ് ക്ലബ്ബ് പ്രസിഡന്റ് JM ഡ്യൂട്ടി അധ്യക്ഷത വഹിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളായ ശാരിക പ്രദീപ്, PJ ജോയ്, ക്ലബ് സെക്രട്ടറി VB ആനന്ദ്, UN ഷാജൻ എന്നിവർ സംസാരിച്ചു.
ഒരു ടൂർണമെന്റ് അല്ലെങ്കിൽ ഒരു ടെന്നീസ് ബോൾ ടൂർണമെന്റ് എന്നതിലൊക്കെ അപ്പുറം ഇനി നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പ് വെക്കേണ്ട സമയം ഇപ്പൊ AC സ്ഥിരം നടക്കുന്നുണ്ട് കളമശ്ശേരി ക്രിക്കറ്റിലേക്ക്. പക്ഷെ അപ്പൊ അതിന് അടുത്ത സ്റ്റെപ്പ് എന്താ? അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പുതിയ ആളുകളെ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനൊക്കെ ഒരു മാതൃകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച 15 ലക്ഷം രൂപയുടെ ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനവും തറക്കല്ലിടൽ ചടങ്ങും നടത്തി. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹേമലത നന്ദകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് അംഗം പുഷ്പാകരൻ ഒറ്റാലി അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PS ബിജി, PTA പ്രസിഡന്റ് ബിനോയ് ഞെരിഞ്ഞാംപിള്ളി, സ്റ്റാഫ് സെക്രട്ടറി VP ദേവസി എന്നിവർ സംസാരിച്ചു. ചെങ്ങാലൂരിൽ കോഴിക്കൂട്ടിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. രണ്ടാം കല്ല് കൂനൻ വീട്ടിൽ ബിജുവിന്റെ വീട്ടിലെ കോഴിക്കൂട്ടിലാണ് മൂർഖൻ പാമ്പ് കയറിക്കൂടിയത്. ബുധനാഴ്ച വൈകിട്ട് 9:30 സംഭവം. കോഴിക്കൂട് അടയ്ക്കുന്നതിനിടയിലാണ് വീട്ടുകാർ പാമ്പിനെ കാണുന്നത്. കോഴിക്കൂട്ടിൽ നിന്നും വീട്ടിലെ പറമ്പിലേക്ക് കടക്കുകയായിരുന്ന പാമ്പിനെ നന്ദിപുരം സ്വദേശിയായ രജീഷ് നന്ദിപുരം പിടികൂടി. 6 അടിയോളം നീളമുള്ള പാമ്പിനെയാണ് കണ്ടെത്തിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് 1640 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ സ്വർണ്ണവില 71,000-ന് താഴെയെത്തി. ഏപ്രിൽ 17-ന് ശേഷം ആദ്യമായാണ് സ്വർണ്ണവില 70,000-ലേക്ക് എത്തുന്നത്. വ്യാഴാഴ്ച ഒരു പവൻ സ്വർണത്തിൻ്റെ വിപണി വില 70,200 രൂപയാണ്. 1 ഗ്രാം സ്വർണത്തിന് 205 രൂപ കുറഞ്ഞ് 8,775 രൂപയായി. ബുധനാഴ്ച അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണ്ണവില മാറ്റമില്ലാതെ തുടർന്നിരുന്നു. 71,840 രൂപയായിരുന്നു പവൻ്റെ ബുധനാഴ്ചയിലെ വില. അക്ഷയ തൃതീയയോടനുബന്ധിച്ച് വമ്പൻ സ്വർണ്ണ വ്യാപാരം നടന്നതായാണ് റിപ്പോർട്ടുകൾ. കൊടകര ചാലക്കുടി ബ്ലോക്ക് ക്ലസ്റ്റർ തല കുടുംബശ്രീ അരങ്ങ് കലോത്സവം 2025 വെള്ളി ശനി ദിവസങ്ങളിലായി കൊടകര ബ്ലോക്ക് ഹാൾ, പുതുക്കാട് സെന്റ് ആന്റണീസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നടക്കും. ഓൺ സ്റ്റേജ് ഇനങ്ങളിലും ഓഫ് സ്റ്റേജ് ഇനങ്ങളിലുമായി 400ഓളം അയൽക്കൂട്ടം ഓക്സിലറി അംഗങ്ങൾ മത്സരങ്ങളിൽ മാറ്റുരയ്ക്കും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ ജൂനിയർ വിഭാഗത്തിലും 40 വയസ്സിന് മുകളിൽ സീനിയർ വിഭാഗത്തിലുമാണ് മത്സരങ്ങൾ നടക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 4-ന് കൊടകര ബ്ലോക്ക് ഹാളിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറും. സമാപന സമ്മേളനം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. 1ാം സ്ഥാനം ലഭിക്കുന്ന മത്സരാർത്ഥികൾ ജില്ലാ തലത്തിൽ നടക്കുന്ന കുടുംബശ്രീ അരങ്ങ് കലോത്സവത്തിലേക്ക് അർഹത നേടും. ഇനി കാണാം ഇൻഫോ ടോക്ക്. ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയാരോഗ്യത്തെ മോശമായി ബാധിക്കാമെന്ന് നമുക്കറിയാം. പലപ്പോഴും ജീവിത രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ടാണ് രക്തസമ്മർദ്ദം ഉയരുന്നത്. അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം, അമിതവണ്ണം, മാനസിക സമ്മർദ്ദം, പുകവലി, മദ്യപാനം തുടങ്ങിയവയൊക്കെ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കാം. രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പൊട്ടാസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ ടെൻഷൻ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതിനായി വാഴപ്പഴം, ചീര, അവക്കാഡോ തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്താം. അതുപോലെ വെളുത്തുള്ളി, ചെമ്പരത്തി ചായ തുടങ്ങിയവ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് BP കുറയ്ക്കാൻ സഹായിക്കും. അമിതമായി ഉപ്പ് കഴിക്കുന്നത് രക്തസമ്മർദ്ദം കൂടാൻ കാരണമാകും. അതിനാൽ രക്തസമ്മർദ്ദമുള്ളവർ ഉപ്പ് അധികം കഴിക്കരുത്. ഉപ്പിന്റെ ഉപയോഗം ദിനംപ്രതി 6 ഗ്രാമിൽ താഴെ ആയിരിക്കുവാൻ ശ്രദ്ധിക്കുക. എണ്ണയിൽ വറുത്ത വസ്തുക്കൾ, റെഡ് മീറ്റ്, ബേക്കറി സാധനങ്ങൾ, മായം കലർന്ന വസ്തുക്കൾ, അച്ചാറുകൾ തുടങ്ങിയവയുടെ ഉപയോഗം കുറച്ച് പഴങ്ങളും പച്ചക്കറികളും കൂടുതലുള്ള ആഹാരം ശീലമാക്കുക. വെള്ളം ധാരാളം കുടിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാനും ശരീരത്തിന്റെ മൊത്തം ആരോഗ്യം സംരക്ഷിക്കാനും സഹായിക്കും. ശരീരഭാരം കൂടുന്നത് പലപ്പോഴും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകാം. അതിനാൽ ശരീരഭാരം കുറയ്ക്കുക. ദിവസവും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. പുകവലിക്കുന്നതിലൂടെയും മദ്യപിക്കുന്നതിലൂടെയും രക്തസമ്മർദ്ദം ഉയരാം. അതിനാൽ പുകവലിയും മദ്യപാനവും പരമാവധി കുറയ്ക്കുക. സ്ട്രെസ് മൂലവും രക്തസമ്മർദ്ദം ഉയരാം. അതിനാൽ യോഗ, ധ്യാനം തുടങ്ങിയ വഴികളിലൂടെ സ്ട്രെസ് കുറയ്ക്കാൻ നോക്കുക. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 8,775 രൂപ, പവന് 70,200 രൂപ.
കല്ലൂർ മാവിൻചുവട് കല്ലേലി ഷാജു അന്തരിച്ചു. 53 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളിയിൽ. സിനിയാണ് ഭാര്യ. മെർലിൻ, ആൻമരിയ എന്നിവർ മക്കളാണ്. നന്ദിപുലം പരേതനായ വളപ്പിൽ രാമചന്ദ്രൻ ഭാര്യ തങ്ക അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. അയ്യപ്പദാസ് മകനും ബീന മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിലാളി വർഗ മുന്നേറ്റത്തിന്റെ ചരിത്രപ്രസിദ്ധമായ ഓർമ്മപ്പെടുത്തലിൽ ഇന്ന് മെയ് 1 നാടെങ്ങും മെയ് ദിനാചരണ പരിപാടികൾ. NCTV ഇമ്പാക്ട്. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ ജലസ്രോതസ്സായ പാപ്പാളിക്കുളം നവീകരണം പുരോഗമിക്കുന്നു. 45 ലക്ഷം രൂപ ചിലവഴിച്ചാണ് ഇറിഗേഷൻ വകുപ്പ് കുളം നന്നാക്കുന്നത്. മണലി രാമപുരം ശ്രീരാമക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. വാണിജ്യാവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു. 15 രൂപ 50 പൈസയാണ് കുറച്ചത്. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മുത്രത്തിക്കര കൂടിയത്ത് ഗോപിയുടെയും ജയയുടെയും മകൾ ഗംഗാ ഗോപിക്ക് പൗരസ്വീകരണം നൽകി. സംസ്ഥാനത്ത് സ്വർണ്ണവില കുത്തനെ കുറഞ്ഞു. പവന് 1640 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.